നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു ചേച്ചി? സോണി. തൃശ്ശൂരിലെ വോട്ടറല്ലേ? അതെ. ചേച്ചി, ഇപ്പോൾ ഈ 9-ാം തീയതി കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. തൃശ്ശൂരിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് ഇവിടെ സാധ്യത? BJP. കാരണം എന്താ? BJP എന്ന് പറയാൻ കാരണം നമ്മൾക്ക് ഇപ്പോൾ മതമാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ UDF-ന്റെ നേതാവ് ഷാജി പ്രസംഗിച്ചത്. അപ്പോൾ നമ്മൾ അതൊരു തരം വർഗീയത വിതയ്ക്കണ ഒരു പരിപാടിയാണ്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ മതം എന്നുള്ളൊരു വ്യത്യാസം, ഏത് മതവും എല്ലാവരും ഒരു മതത്തിൽ വിശ്വസിക്കണം എന്നുള്ള ഒരു രീതിയിൽ പോകുന്ന ആളുകളാണ്. അപ്പോൾ അതിൽ വർഗീയത വിളമ്പുന്നത് വളരെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് തന്നെയായാലും BJP തന്നെയാണ്. ചേച്ചി, ഇപ്പോൾ തൃശ്ശൂർ BJP വിജയിക്കണമെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെയൊക്കെ വോട്ട് വേണമല്ലോ. എന്താണ് അത്? ഇത്തവണ എങ്ങനെയാണ് സാധ്യമാകുമോ? എന്തായാലും ഈ തവണത്തെ ക്രിസ്തീയ വിശ്വാസികളുടെ വോട്ട് BJPക്ക് അനുകൂല്യമായിട്ടാണ്. ഞാനൊരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ സഭയ്ക്ക് ഒരുപാട് അനുകൂല്യമായിട്ടുള്ള കാര്യങ്ങൾ BJP സർക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ജനങ്ങളിപ്പോൾ മാറി ചിന്തിച്ചു തുടങ്ങി. വർഗീയത, ആരാണ് വർഗീയത വിളമ്പുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ജനങ്ങൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എന്ത് തന്നെയായാലും BJP സർക്കാർ, BJPയുടെ ഒപ്പം താമര വിരിയിക്കാൻ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ഓൾമോസ്റ്റ് ആളുകളെല്ലാം തയ്യാറായിട്ടുണ്ട്. പത്മജ വേണുഗോപാൽ 3-ാമത്തെ വട്ടമാണ് തൃശ്ശൂരിൽ മത്സരിക്കുന്നത്. അപ്പോൾ പത്മേച്ചിയുടെ സാധ്യതകൾ 100% ഉറപ്പാണോ? പത്മേച്ചിയുടെ വിജയസാധ്യത 100% ഉറപ്പാണ്. ഒരു തവണ പത്മേച്ചി UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് പരാജയപ്പെട്ടതാണ്. ഇത്തവണ ആ പരാജയത്തിൻ്റെ മുതലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പത്മേച്ചി പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരിക എന്ന് പറയുന്ന, ക്രിസ്തു മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന പോലെ ചേച്ചി ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ത് തന്നെയായാലും ഇത്തവണ പത്മേച്ചി ജയിച്ചിരിക്കും, ഉറപ്പാണ്. ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ, അതോടൊപ്പം തന്നെ സ്ത്രീ വോട്ടർമാർ, ഇത് തൃശ്ശൂർ ഈ നിയോജക മണ്ഡലത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവരൊരു ചിന്താഗതി BJPക്ക് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും? സ്ത്രീകൾ 100% BJPക്ക് അനുകൂല്യമായിട്ടാണ്. കാരണം സ്ത്രീ സുരക്ഷയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ സുരക്ഷ നമ്മൾ BJP കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടും പിന്നെ നമുക്ക് കുട്ടികൾ ന്യൂജൻ കുട്ടികൾക്ക് പഠിച്ചിറങ്ങുമ്പോൾ അവർക്കൊരു തൊഴിലവസരങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ, പഠിച്ചിറങ്ങുന്ന കുട്ടികൾ നമ്മുടെ നാടുകളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു വീട്ടിൽ ഇലക്ഷൻ വർക്കായിട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കാണുന്നത്, അവിടെ ഏത് വീട്ടിൽ ചെന്നാലും വയസ്സായ ഒരു അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. കുട്ടികളെല്ലാം വിദേശത്തായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂരുള്ള, ഇന്ത്യയിലത്തെ പോട്ടെ, നമുക്ക് തൃശ്ശൂർ നമുക്ക് എടുക്കാം. കുട്ടികൾക്ക് ജോലിക്കുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടെങ്കിലാണ് കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിൽക്കുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ BJP സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ വികസനം എന്ന ഒറ്റൊരു സാധ്യത കൊണ്ട് തന്നെ BJP ഇത്തവണ ഭരണത്തിൽ വരും. ഇപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ, അദ്ദേഹം പല കാര്യങ്ങളും ഇവിടെ തൃശ്ശൂരിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത്. ഇതൊക്കെ ജനങ്ങളുടെ ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പല രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്, അവരതിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. സുരേഷ് ഗോപി ഇപ്പോൾ ഭരണത്തിൽ വന്നതിന് ശേഷം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ട കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാനും ആണ് ആളുകൾ ശ്രമിക്കുന്നത്. പക്ഷെ അതിലൊന്നും സത്യാവസ്ഥയില്ല. എന്ത് തന്നെയായാലും ഇത്തവണ BJP തന്നെ ഭരണത്തിൽ വരും.